ജപ്പാൻ ബ്രസീൽ മത്സരത്തിന് കിക്ക് ഓഫ് മുഴങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ ഞാനൊരു കടുത്ത ബ്രസീൽ ആരാധകനൊപ്പമാണ്. ബ്രസീൽ ആരാധകൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ബ്രസീൽ ആരാധകൻ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരുപാടധികം ആളുകളുമുണ്ട്. അതുൽ നറുകരയാണ് എന്നോടൊപ്പം ഉള്ളത്. അതുലിന്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ട്. ബ്രസീലിനോടുള്ള പ്രേമവും കളി കാണാൻ വരുന്നതിന്റെ ആവേശവും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുലിന്റെ നാട്ടിൽ തന്നെ എത്തി. അതുലിന്റെ ക്ലബ്ബ് ഉണ്ട്, ദ മാസ്കോട്ട് എന്ന് പറയുന്ന നറുകര. അവിടെ എത്തി. ഇവിടെ വന്നാണ് അതുൽ കളി കാണാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് തന്നെ വന്നത്. എങ്ങനെയുണ്ട്, എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? അതിലെ ഇന്ന് എന്തായാലും ജയിക്കും അല്ല അല്ലേ? 100% ജയിക്കും. ചില ആൾക്കാരൊക്കെ ഒന്ന് തോക്കുന്നൊക്കെ പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാർ. പക്ഷെ ഇന്ന് 100% എന്തായാലും ബ്രസീൽ ജയിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ബ്രസീൽ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കൂടുതൽ കപ്പുകൾ കണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന വിജയങ്ങളൊക്കെ ഈ വർഷം തുടർന്ന് പോകും. അല്ലെങ്കിൽ ജപ്പാൻ ഒരു ചെറിയ ടീമല്ല കേട്ടോ. അല്ല, ഞങ്ങൾ മോശമായി കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ ഞങ്ങൾ ലീഡാവും. സെക്കൻഡ് ഹാഫ് ഞങ്ങൾ സുൽത്താൻ ഞങ്ങളുടെ സ്റ്റാഫ് നെയ്മർ ഉണ്ടാവാൻ സാധ്യത വേണ്ടേ. ഞങ്ങൾക്ക് ജപ്പാനിൽ നെയ്മർ ഒന്നുമില്ല. ഞങ്ങൾ സെക്കൻഡ് ഹാഫിൽ സുൽത്താനെ ഇറക്കി വിടും. അവിടുന്ന് കാണാം ബാക്കിയുള്ള കളി. അതില് എല്ലാ കളിയും ഇവിടെ വന്നിട്ടാണോ കാണാൻ? അതെ, ഞങ്ങള് നാട്ടിലുള്ള എല്ലാവരും കൂടി ഇവിടെ നമ്മളൊരു ബിഗ് സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് കാണും. അതുകൊണ്ട് ഇവിടെ വല്ലാത്ത ആവേശ. ഈ വീട്ടിലിരുന്ന് കളി കാണുന്നതും നമ്മൾ ആൾക്കൂട്ടത്തിനിടെ ഇരുന്ന് കാണുന്നതും രണ്ട് വൈബ് അല്ലേ? അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഇവിടെ ഏതൊക്കെയോ അർജന്റീനക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ പുറകിലോട്ട് നിൽക്കണ്? ബ്രസീലുകാർ പറയണോണ്ടാണോ നിങ്ങള് പുറകിലോട്ട് നിന്നത്? ഒരിക്കലല്ല, ഓലൊന്നും എന്തായാലും തോക്കുമല്ലോ. പിന്നെന്താ പ്രശ്നം? അടിപൊളി ടീമല്ലേ? പിന്നെന്താ 2-1 തോക്കും ബ്രസീൽ. 2-1 തോൽക്കും. അടിച്ചോളി, ബ്രസീൽ എന്തായാലും തോൽക്കും. ഇവര് 2-1 തോൽക്കുന്നതാണ് ഒരു ടീം പറയണത്. അതുലിന്റെ ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാ? ഇന്ന് 3-1 ബ്രസീൽ വിജയിക്കും. 3 ഗോൾ എന്തായാലും ബ്രസീൽ അതിൻ്റെ ഉള്ളിൽ അടിച്ചിരിക്കും. അതിന് ചിലപ്പോൾ ജപ്പാൻ ഇനി എന്താ വെച്ചാൽ, പക്ഷെ 3 ഗോൾ ഞങ്ങൾ അടിക്കും. നമ്മൾ അങ്ങനെ വൈകാരികമായിട്ട് ബ്രസീലിനെ കാണുന്നവരല്ലേ. കപ്പ് കൊണ്ടാവും, വേൾഡ് കപ്പ് കൊണ്ടാവുന്നൊന്നും നമ്മൾ അങ്ങനെ അറിയണില്ല. അല്ലെങ്കിൽ എല്ലാവരും പറയണ്ടാവും. പക്ഷേ ബ്രസീൽ തന്നെ അത് കൂടുതലായിട്ട് ബ്രസീൽ ടീം തന്നെ എന്തെങ്കിലും ഈ വർഷത്തെ കപ്പ് ഞങ്ങളാണ് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ? അത് ആൾക്കാരെ മോഹിപ്പിക്കുക. അതായത് ഗ്രൗണ്ടിൽ ഉണ്ടാവണ ഭംഗി ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഈ ജോഗോ ബോണിറ്റോ പൂർണ്ണമായിട്ട് അത് ഉണ്ട് എന്നൊന്നും പറയില്ല. പക്ഷെ എങ്കിൽ പോലും വൈകാരികമായിട്ട് അല്ലെങ്കിൽ അതൊരു ഫുട്ബോൾ ഒരു മതമായിട്ട് കാണുന്നവരല്ലേ ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയായി അതിൻ്റെ ഒരു വൈകാരികതയും നമുക്ക് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ എത്രയും ഫ്ലക്സുകളും ഇതൊക്കെ ഈ വർഷം. പിന്നെ 1958 ഈ വർഷം ഇതേ ദിവസം തന്നെയാണ് ബ്രസീൽ കപ്പ് ഉണ്ടായ വേറൊരു ദിവസം, സ്വീഡനായിട്ട്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് തന്നെയാ, ക്ലബിൽ വന്നിട്ട് തന്നെയാണോ? എല്ലാവരും വന്നിട്ട് കാണാം. ബ്രസീലിനെ എല്ലാവരും ഉണ്ടാവുമ്പോ നല്ല രസമല്ലേ? എല്ലാ കളിയും ഇവിടെ വെക്കലുണ്ട്. നിങ്ങൾ ബ്രസീലുകാരാണോ ഇവിടെ കൂടുതൽ? അത് നോണറിയാണ്, ഇറ്റലിയാണ് ഇല്ലത്. ടീമില്ല കുറി കളി നമുക്ക് കാണാം. കളി എല്ലാ കളിയും കാണാലോ. കളി ഫുട്ബോൾ അല്ലേ. ഇറ്റലി ഫാനാണോ? അതെ അതെ. വേറൊരു അങ്കിളൂടെ ഉണ്ട്. ഹായ് സർ. എന്താണ് അങ്ങനെ ഏതിനെയാണ് ഏത് ഗ്രൂപ്പിനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ ബ്രസീലിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പണ്ട് റൊമേരിയൊക്കെ കളിച്ചിരുന്നല്ലോ. അപ്പൊ അന്ന് തന്നെ കപ്പ് കൊണ്ടായ അന്ന് മുതലെല്ലാം പാസം കളി അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് വീട്ടിൽ ഇരുന്ന് കണ്ടിരുന്നു. ഇന്നിപ്പം നല്ല സുഖം. എന്തായാലും ഇപ്പൊ മലപ്പുറത്തിന്റെ ഓരോ ഗ്രാമ പ്രദേശങ്ങളിലേക്ക്, നഗരമേഖലകളിലേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകളും അവിടെ വലിയ സ്ക്രീനുകളൊക്കെ ഒരുക്കി ഒരുമിച്ചിരുന്ന് കളി കാണുന്നതിന്റെ ഒരു ആവേശം ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അതിന്റെ ആഗ്രഹവും പ്രതീക്ഷയും പോലെ തന്നെ ബ്രസീല് ഇന്ന് അദ്ദേഹം പറഞ്ഞ 3-1 എന്നുള്ളതാണ്, 3-1 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. എന്തായിരിക്കും എന്നുള്ളതിന് ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ സമയത്തെ ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.